ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഓൾറെഡി തംബ്നെയിലിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി മുതൽ ഞാനപ്പോൾ നമ്മുടെ കർക്കിടകമൊക്കെ കഴിയാറായില്ല. അപ്പോൾ ലാസ്റ്റ് 5 days ഓഫ് കർക്കിടകം എന്നും പറഞ്ഞുകൊണ്ട് Day 1, Day 2, Day 3 അങ്ങനത്തെ ഒരു സീരീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നടക്കുമോ ഇല്ലയെന്ന് അറിയില്ല ഗൈസ്. അപ്പോൾ അതേ 7 മണിയൊക്കെ കഴിഞ്ഞ് ഞാൻ എണീറ്റിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എണീറ്റപ്പോൾ തന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട്. ഇത് കാലത്ത് ഞാൻ എണീക്കുമ്പോൾ ഞാൻ കുടിക്കാറില്ല കേട്ടോ വെള്ളം. അപ്പോൾ ഞാൻ ആ വെള്ളം കുടിച്ചതിന് ശേഷം പിന്നെ എൻ്റെ ഹെയറൊക്കെ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിടാം കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. പിന്നെ വീഡിയോസൊക്കെ മാക്സിമം കമൻസും ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. സോ ഗൈസ്, അപ്പോൾ അതിന് ശേഷം ഞാൻ ബ്രഷ് ചെയ്യുവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിക്കിബി ആണെങ്കിൽ ഓൾറെഡി ഇവിടെ ഉറക്കത്തിലാണ്, എണീറ്റിട്ടില്ല. നിക്കിബി എണീക്കുമ്പോൾ ഒരു 8:30 8:45 ഒക്കെ ആവും അവൻ എണീക്കുമ്പോൾ. അപ്പോൾ അവനാണെങ്കിൽ ഇന്ന് നമുക്ക് അംഗൻവാടിയിൽ വിടണം കേട്ടോ ഗൈസ്. അപ്പോൾ അതേ അഖിലാണെങ്കിൽ പോയിട്ട് അഖിലിന് 7:30 ആകുമ്പോൾ പോകണം. അപ്പോൾ അഖിലിനെ വിട്ടതിന് ശേഷം പിന്നെ ഞാൻ കിച്ചണിലേക്ക് പോയി. അപ്പോൾ ഇതേ ജനാലയൊക്കെ തുറന്ന് ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചായ കേട്ടോ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഈ ഒരു പാൽ ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായിട്ട് കഴിച്ചാലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇത് കട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വിശപ്പ് വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പാൽ ചായയൊക്കെ ഉണ്ടാക്കി നിക്കിവിക്ക് ഉള്ളത് മാറ്റി വെച്ച് ഞാനും കലാമയും കൂടെ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ 2 ഗ്ലാസ് എടുത്തിട്ട് ഗൈസ്. അപ്പോൾ ഇത് ചായ കുടിക്കാൻ വേണ്ടി പോകണ്ട. അപ്പോൾ ഞങ്ങൾ ഈ ചായ കുടിക്കുന്ന സമയത്താണ് ഞാൻ പുറത്ത് സിറ്റ് ഔട്ടിലൊക്കെ വന്നിരുന്ന് കുറച്ച് നേരം ഇങ്ങനെ കാമായിട്ടൊക്കെ ഇങ്ങനെ ഒരു പീസ് ഓഫ് മൈൻഡിൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ എൻ്റെ ചെടികളൊക്കെ ഞാനിങ്ങനെ നോക്കും, കുറേ നേരം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെ അവനെ എണീറ്റിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവനെ ഞാൻ അംഗൻവാടി കൊണ്ടാക്കാൻ പോകാൻ ഗൈസ്. അപ്പോൾ ഞാൻ അവനെ ആക്കിയിട്ട് വന്നതിന് ശേഷമാണ് ചായ കുടിക്കണത്. അപ്പോൾ ചായക്ക് വേണ്ടി കലാമ ഇവിടെ ദോശയും സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് രാത്രി ഇന്നലെ ഓൾറെഡി ചിക്കൻ കറി വെച്ചത് കാരണം അത് ഡ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചിക്കൻ്റെ 2 പീസും കൂടെ എടുത്തിട്ടുണ്ടായിട്ട് ഗൈസ്, പ്ലസ് കട്ടൻ ചായയും കൂടെ കുടിച്ചു ഗൈസ്. കുറച്ച് നേരം അങ്ങനെ ഞങ്ങൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ മീൻ ഉച്ചക്കലത്തേക്ക് വെട്ടാനെടുത്തിട്ട്, അപ്പോൾ നമുക്ക് ചാറ് കറി ഉള്ളത് കാരണം ഞാൻ വിചാരിച്ചു എന്നാൽ ഫിഷ് നമുക്ക് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ, അഖിലില്ല, എന്നതിൽ നാളെ എത്തുള്ളൂ. അപ്പോൾ ഞാൻ ആ ഉള്ള മീൻ അങ്ങോട്ട് വെട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്നിട്ട് ഞാനത് മസാലയൊക്കെ പുരട്ടിയിട്ട് ഞാൻ ലാസ്റ്റ് പിന്നെ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മീനൊക്കെ ഞാൻ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഞാൻ ധൃതി പിടിച്ചാണ്ട് എല്ലാം ചെയ്തതിന് ശേഷം എനിക്ക് വേറൊരു സ്ഥലം വരെയും പോകണം. വേറെ എങ്ങുമല്ല, നമ്മുടെ നിക്കിയുടെ അടുത്തേക്ക് പോകണം, നിക്കിയുടെ അംഗൻവാടിയിലേക്ക് പോകണം. അപ്പം ഞാൻ അതിൻ്റെ തിരക്കിലായിരുന്നു ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ കാലത്തെ ഇട്ടിരുന്ന ഡ്രസ്സ് തന്നെ ഇട്ടിരുന്നത് കാരണം അപ്പം തന്നെ പോകേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറിന് നമുക്ക് സാമ്പാർ, ചിക്കൻ, മീൻകറി ഇതൊക്കെ മീൻ വറുത്തത് ഇത്രയൊക്കെയാണ് നമുക്ക് ഉണ്ടായത്. അങ്ങനെ ഞാൻ ഒടുവിൽ വേഗം ഓടി ഞങ്ങളത് നിക്കിയുടെ അംഗൻവാടിയിൽ എത്തിയിട്ട്. അപ്പോൾ ഞാൻ എത്തിയപ്പോൾ ഇത്തിരി ലേറ്റ് ആയിരുന്നെങ്കിലും കുറച്ച് പാരൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, എല്ലാവരും വരുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ നിക്കിബി എന്നെ കണ്ടപ്പോൾ ആകെ ഷോക്കായി പോയിട്ട്. കാരണം നിക്കിബി ഫസ്റ്റിൽ ആ കാലത്ത് ഞാൻ കൊണ്ടാക്കിയപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പോൾ അത് എന്നെ കണ്ടപ്പോൾ വേഗം എൻ്റെ അടുത്ത് ഓടി വന്നത് ചിരിച്ച് കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കേണ്ടത്. ആളൊട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ വരുമെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോൻ്റെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് കുറച്ച് പോസിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുമായിരുന്നു ഗൈസ്. അപ്പം നിക്കിബിയുടെ യൂണിഫോമിൻ്റെ വിതരണവും കൂടെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിക്കിബിക്ക് ആണെങ്കിൽ യൂണിഫോം അങ്ങനെ കറക്റ്റ് അങ്ങോട്ട് സെറ്റായില്ലായിരുന്നു. കാരണം കിട്ടിയ സെറ്റാണെങ്കിൽ അവന് ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ കൊടുത്ത് 2-3 പേർക്ക് അങ്ങനെ റിട്ടേൺ കൊടുക്കേണ്ടി വന്നിട്ടോ. അങ്ങനെ ഞങ്ങളിതേ അംഗൻവാടിയിലെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ 2 പേരും കൂടെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കടയിൽ കയറി നിക്കിക്ക് മിഠായിയൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് നമുക്ക് നടക്കാൻ ഇത്തിരി ദൂരമുള്ളൂ. അപ്പോൾ ഞങ്ങൾ കാലത്ത് വന്നപ്പോൾ ഞങ്ങൾ 2 വീലറിന് വന്നത്. തിരിച്ചു പോയപ്പോൾ ഞങ്ങൾ നടന്ന് വരാമെന്ന് വെച്ചാൽ നടന്ന് വന്നപ്പോൾ അങ്ങനെ വന്ന വഴിക്കാൻ ഞങ്ങളുടെ ഒരു കുളമുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ ജിം ഉണ്ട് കേട്ടോ. അപ്പോൾ നിക്കിബി ആണെങ്കിൽ അവിടെ എന്തൊക്കെയോ കിടന്ന് കാണിക്കണ്ടായിരുന്നു. അവനാണെങ്കിൽ അവിടെ തന്നെ പോകണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ കടയിൽ കയറി പാലൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ വരുന്നത്. പിന്നെ അവൻ്റെ ഇങ്ങനെയൊക്കെ കിടന്നുകൊണ്ട് അവിടെ ചുറ്റിക്കറങ്ങി അങ്ങനെ ഒടുവിലൊരു ദിവസം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ എന്തോ ഭാഗ്യത്തിനാണ് കേട്ടോ പെട്ടെന്ന് വീടെത്തി കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒരു മഴയും പെയ്ത്. അങ്ങനെ ഞാൻ നിക്കിബിക്ക് ചായ കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ചായ എടുത്ത് ഞാൻ സിറ്റ് ഔട്ടിലാണ് മിക്കപ്പോഴും വന്നിരിക്കാറുള്ള കേട്ടോ. അപ്പോൾ നല്ല മഴയായിരുന്നു. ഞങ്ങളാണെങ്കിൽ കുടയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ വീടെത്തിയപ്പോഴേക്കും കറക്റ്റായിട്ട് മഴ പെയ്തു.